ഹായ് ഹലോ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റേ ഗുൽമാർഗാണ്. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഗൊണ്ടോള റൈഡ് ആ ഒരു ഫേസ് 1 പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആക്ച്വലി ഈ കാണുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഫുൾ മഞ്ഞുണ്ടാവേണ്ടതാ. പക്ഷേ നമ്മുടെ 2 ദിവസമായിട്ട് സ്നോ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് സ്നോ, ഈ ഒരു ഏരിയയിൽ സ്നോ ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മളിതിന് മേലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം സ്നോ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. കൊള്ളാം. ആക്ച്വലി ഇവിടെ നിന്ന് നടക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി 2 ഫേസ് ഉണ്ട്, ഫേസ് 1 ആൻഡ് ഫേസ് 2. നമ്മൾ ആ ഫേസ് 1 മാത്രമേ എടുത്തിട്ടുള്ളല്ലേ. രണ്ടാമത്തെ ഓൾറെഡി ബുക്ക്ഡ് ആയി. നമ്മൾ ഫേസ് 2 ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ഫില്ലായിപ്പോയി. സോ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. ഫേസ് 1 നമുക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ അത് എടുത്തു. നമ്മളിനി ഇവിടെ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം. ചില സമയത്ത് ഫേസ് 2 അടച്ചിടാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നോഫോൾ ആവുന്ന സമയത്ത് അടച്ചിടാറുണ്ട് കേട്ടോ ഫേസ് 2. ഇവിടെ എല്ലാവരും കളിക്കും കാര്യങ്ങളെല്ലാം ചെയ്യട്ടോ. ഹോസ്പിറ്റലല്ല ഇവിടെ, ഇത് ഹോസ്പിറ്റലാട്ടോ ഇവിടെ കാണുന്നത്. ആംബുലൻസ് നിൽക്കുന്നുണ്ടോ? ആംബുലൻസാണ് നിൽക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ. നമ്മുടെ കൂടെ വന്നവർ ഓക്കെ. നമ്മുടെ ഇവിടെ എവിടെ പോയിന്ന് പറഞ്ഞാലും എടാ അതിൻ്റെ പേരെന്തുവാടാ? സ്ലെഡ്ജ് ഏത് ഭാഗത്ത് പോയെന്ന് പറഞ്ഞാലും നമുക്ക് സ്ലെഡ്ജ് കിട്ടും കേട്ടോ. ഇവിടെ എവിടെ പോയി ഐസുള്ള ഏത് സൈഡ് പോയിന്ന് പറഞ്ഞാലും നമുക്ക് സ്ലെഡ്ജ് അവൈലബിൾ ആയിരിക്കും. റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. ഓരോ സൈഡ് ഓരോ രീതിക്കായിരിക്കും റേറ്റ്. ചില സൈഡ് 2000 പറയുന്നുണ്ട്, ചില സൈഡ് അതിനും കുറവാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഐസ് ഇവിടെ എല്ലാം മഞ്ഞ് കൂടി കിടക്കും. അത്യാവശ്യം ഇവിടെ എല്ലാം നല്ല പോലെ മഞ്ഞിങ്ങനെ വീണ് കിടപ്പുണ്ട്. അത് നല്ല പോലെ ഇവിടെ ക്രൗഡുണ്ട്. അത്യാവശ്യം കുറേ ആളുകൾ ഇവിടെ ഉണ്ടത്. ആ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ആൾക്കാർ നടന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. താഴെ വെള്ളമെല്ലാം ഫ്രോസണായി കിടക്കും കേട്ടോ. ഫ്രീസായി കിടക്കും. എടാ ഒന്ന് ചവിട്ടിയാടെ കണ്ടോ, നമ്മുടെ വെള്ളത്തിൻ്റെ മേലെ ഒരു ലെയർ വന്ന് കിടപ്പോ. ഇങ്ങനെ ഐസ് ഫ്രീസായിട്ട് ഒരു ലെയർ വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം കേട്ടോ. ഇവിടെ വണ്ടികളെല്ലാം നമ്മുടെ അടുത്ത് കൂടെ ആയിരിക്കും വണ്ടികൾ പോകുന്നത്. ആക്ച്വലി അവിടെ നിന്ന് വരുന്ന സണ്ണിൻ്റെ ആ ലൈറ്റ് കറക്റ്റ് ആ മരങ്ങളുടെ ഇടയിൽ കൂടെ വരുന്നുണ്ടോ. പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇത് കാണാൻ. ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിറയെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സ്നോ ആക്ടിവിറ്റീസ് എല്ലാം. അതെ, ഇവിടെ ആക്ച്വലി ഇവിടെ കേട്ടോ എല്ലാ സ്നോ ആക്ടിവിറ്റീസും ഉള്ള. സ്കേറ്റിംഗ് ആണെങ്കിലും അതുപോലെ പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടല്ലോടാ, സ്നോ ബോർഡിങ് പഠിക്കാനായിട്ടൊരു സംഭവം ഞാൻ ഒരു വീഡിയോയിൽ കണ്ട. ഇവിടെ സ്കേറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലേ. ആക്ച്വലി ഇവിടെ സ്കേറ്റിംഗ് അതുപോലെ സ്കീ ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടേ. ഇത് അവിടെ കാണുന്ന മല കണ്ടോ, അതിന്റെ മേലെ ഈ ഹട്ടുകൾ നമുക്ക് റെന്റ് എടുത്ത് താമസിക്കാം. ഹട്ടല്ലേ? ഓക്കെ, ടൂറിസത്തിന്റെ ഇവിടെ താമസിക്കാനായിട്ട് കിട്ടും. ഈ ഹട്ട് ആരും യൂസ് ചെയ്യുന്നുണ്ട്, പുകയല്ലേ പോകുന്നുണ്ടോ?
നമുക്കിവിടെ താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓൾറെഡി പ്രീ ബുക്ക് ആയിരിക്കും, സീസൺ ആവുന്നതുകൊണ്ട് പ്രീ ബുക്ക് ആയിരിക്കും, നല്ല റേറ്റും ആയിരിക്കും. അതെ, ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞാൽ അതൊക്കെ എടാ നമുക്ക് ആ സൈഡ് പോകാം. അശ്വിനി ആ സൈഡിലൂടെ നടന്നേ. നമുക്കിതാ കോഫി സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് നടക്കുക കേട്ടോ. നമുക്കിങ്ങനെ കടയിൽ തന്നെ പോയി കഴിക്കണം എന്നൊന്നുമില്ല, പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ ആൾക്കാർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, വേണോ വേണോന്ന്. മാഗിക്ക് ഈ സീസണിൽ ഇപ്പോൾ മാഗിക്ക് 80 രൂപയാണ്. ഇന്നിപ്പോൾ അതിലും കുറച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സീസൺ ഇല്ലാത്ത സമയത്ത് മാത്രമായിരിക്കും മാഗിക്ക് അതിലും ലെസ് ആയിട്ടുള്ള എമൗണ്ടിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. വീഴോ? ആ പിന്നെ സ്നോ കയ്യിലെടുക്കാൻ പറ്റൂടെ? ആ ഇതേ വലിയ ഐസും നമുക്ക് ഫീൽ, തണുപ്പുണ്ട് എന്നാലും നമുക്ക് വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ആവുന്നില്ല കേട്ടോ. സ്നോ ദേ എവാടാ എന്തേ ഇവിടെ ഫോട്ടോഷൂട്ട് സ്കീ എല്ലാം ചെയ്യുന്നുണ്ട്. അത് സ്കീ ചീച്ച് സ്കീ എല്ലാം പിടിച്ചിട്ടുണ്ടേ. നമുക്ക് അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, ഇവിടെ തന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടത്തെക്കാളും അടിപൊളിയായിരിക്കും അവിടെ. മിനി സ്വിറ്റ്സർലാൻഡ്. യെസ്, അശ്വിനത് ചാടിക്കളിച്ച് അങ്ങോട്ട് നടക്കുന്നുണ്ട്. കപ്പിൾസ് സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ പറയുന്നത്. ഇവിടെ സ്ലിപ്പാവുന്നുണ്ട്, സ്ലിപ്പാവുന്നുണ്ട്. വീട് തന്നെ ജസ്റ്റ് മിസ്. അശ്വിനി എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റും സംഭവങ്ങളൊക്കെ? അവിടെ സ്ലിപ്പാവുന്നുണ്ടോ? ഇവിടെ സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോഡ് ഭയങ്കരമായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഇതില്ല നടന്നെന്ന് പറഞ്ഞാൽ ഉറപ്പാ വീഴുന്നുള്ള കാര്യത്തിൽ. ഇത് വെള്ളം ഫ്രീസായി നിൽക്കുന്ന ചോക്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതിൽ കിട്ടേ. പിന്നെതാ റൈഡ് ഇവിടെയും നമുക്ക് പോവാം കേട്ടോ. ഇങ്ങനെ റൈഡ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകട്ടെ. ഈ ഒരു വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. എടാ അവരെന്തിയാ? എടാ ഇതെന്ത് മരം? പൈൻ മരമല്ലേ അത്? നമ്മളിതല്ലേ ക്രിസ്മസിന് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന മരങ്ങളാട്ടോ അവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു 500 മീറ്ററോടെ നമ്മൾ നടക്കണേ. ഇപ്പം നമുക്ക് വലിയ തണുപ്പ് ഫീലാകുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ ഇവിടെ എത്തുന്നവരെ നമുക്ക് പ്രശ്നം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ആയിക്കോളും. ഇവിടുത്തെ ക്ലൈമറ്റായിട്ട് നമ്മൾ യൂസ്ഡ് ആയിക്കോളും. നമുക്ക്
വലിയ തണുപ്പൊന്നും ഫീൽ ആയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത്. എടാ സ്ലിപ്പ് ആവുന്നുണ്ടോ? ആവശ്യം സ്ലിപ്പ് ആവുന്നുണ്ടേ വിഷ്ണു? അത്യാവശ്യം ഇതേ നമ്മൾ ആ മലയുടെ അടുത്ത് ഇവിടെ ആക്ച്വലി അവിടെ നിറയെ പൈൻ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഇഷ്ടം പോലെ മരങ്ങളാണ് നിൽക്കുന്നത്. നമ്മുടെ ചുറ്റും പൈൻ മരങ്ങൾ മാത്രമുള്ള ഇത് കാണുന്നില്ല. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട്, അതുപോലെ ഇത് ആ സൈഡ്. ചുണ്ട് നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. ചുണ്ട് ഡ്രൈ ആവുന്നുണ്ട്. ഫേസ് ആണെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ ഇട്ടതുകൊണ്ട് ഫേസ് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ലിപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ ലിപ് ബാം യൂസ് ചെയ്താലും ലിപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആവുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കണ്ട ആൾക്കാരാണ് ഇത്. അവരെ ഞങ്ങളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. നമ്മൾ ശ്രീനഗറിൽ നിന്ന് അവരെ കണ്ടായിരുന്നല്ലേ? ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് അവരെ കണ്ടായിരുന്നു. പിന്നെ ഇതേ ഇവിടെ നിന്നും കണ്ട്, ട്രെയിനിൽ നിന്നും കണ്ട്. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടില്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ കണ്ട് അത് കഴിഞ്ഞ് ശ്രീനഗർ എത്തിയപ്പോഴാണ് അത് ട്രെയിനിൽ നിന്ന് കണ്ട ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട്. എടാ ഇവിടെ എന്തോ ഫെസ്റ്റിവൽസ് എന്തോ നടന്നിട്ടുണ്ടായിരുന്നല്ലേ റീസെൻ്റ്ലി? റോപ്പ് വേ എവിടെ? റോപ്പ് എന്തിടോ? റോപ്പ് എവിടെ? എനിക്ക് കാണുന്നില്ല. ഇല്ല. നമ്മള് അങ്ങനെ റോപ്പ് വേയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് മേലേക്ക് പോകണം. അവിടെ ആയിരിക്കും, അവിടെ ഫേസ് 1 എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ എന്തൊക്കെയോ ഫെസ്റ്റിവൽ കാര്യങ്ങൾ എന്തായാലും നടന്നിട്ടുണ്ട്. 9-10 സെപ്റ്റംബർ 9-ാം തീയതി 10-ാം തീയതി ഇവിടെ ഗുൽമാർഗ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ഷെയർ മ്യൂസിക് ഫെസ്റ്റിവലാണ് അവിടെ നടന്നിരിക്കുന്നത്. അയ്യോ, അങ്ങനെ നമ്മൾ അവിടെ നടന്ന് എടാ ഇതെന്ത് വരുന്നടാ? ഇതെന്താണ്? ഗുണ്ടലോണ അല്ല, എന്താണ്? ഗൊണ്ടോല, സോറി, ഗുണ്ടലോണ പാട്ട് സോങ് അല്ല ഇത്. ഗൊണ്ടോല റൈഡ്. അതിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഗ്ലൗസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വലിയ തണുപ്പ് നമുക്ക് ഫീൽ ആവുന്നില്ല ആക്ച്വലി. ഗ്ലൗസ് ഇടാതെ പോലും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നടക്കാൻ പറ്റും. ഓ നൈസ് പാർക്ക്. മോൺസ്റ്റർ ട്രക്ക് വേണ്ടി നീ സിനിമ കേട്ടോ. മോൺസ്റ്റർ ട്രക്ക് ആക്ച്വലി ഇത് അതുപോലത്തെ ഒരു സംഭവമാണ്. ജനറേറ്റർ ആക്ച്വലി അത് ട്രക്കല്ല. അങ്ങനെ നമ്മൾ ഇതേ ഇവിടെ നിന്ന് ഐസ് സ്കേറ്റിംഗ് റിങ്. ആക്ച്വലി ഇവിടെയാണ് സ്കേറ്റ്. അതിനകത്ത് ഐസാണ് കേട്ടോ. ഫുൾ വാട്ടർ ഫ്രീസ് ചെയ്തിട്ട് ഐസാക്കി വെച്ചേക്കുക. അതിനകത്താണ് സ്കേറ്റ് ചെയ്യുന്നത്. ഐസ് സ്കേറ്റ് റിങ്. ഐസ് സ്കേറ്റിംഗ് റിങ്സ് ഗുൽമാർഗ് is host plethora of winter game every year. Ice skating ring, the star attraction, has hosted many national level and game like ice hockey and ice stock. നല്ലൊരു ഹോട്ടൽ, അത്യാവശ്യം കൊള്ളാം. ഹിൽ ടോപ്പ്. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് നല്ല വ്യൂ കിട്ടും കേട്ടോ. ഇതെന്താ ഈ ഒരു ഹോട്ടലിൽ നിന്ന് റൂമൊക്കെ കിട്ടും. ആക്ച്വലി പക്ഷേ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മളെ വന്ന് ഇത്ര ദിവസം വന്നിട്ട് കാണാത്തൊരു സാധനമായിരുന്നു ഇത്. ടോപ്പ് റൂഫിൽ വന്നിട്ട് മഞ്ഞ കിടക്കുന്നത്. എന്തായാലും MRP ആയിരിക്കില്ലല്ലോ ഇല്ല. കോഫി
അവിടെ സ്ലിപ്പ് ആവുന്നുണ്ട്, നോക്കി പറഞ്ഞേ. ഇവിടെ നിറയെ ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പാർക്ക് സെറ്റപ്പിലുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നത് ഇതിനകത്ത്. കണ്ടോ മറ്റേ എടാ അതിൻ്റെ പേരെന്താന്നാ എനിക്ക് മറന്നു പോയി. ആ സ്ലഡ്ജിലിട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ കൊച്ചിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നേ. സ്ലഡ്ജ് ഡു നോട്ട്. വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അയ്യോ ഈ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് വരാം കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. ഈ ഒരു വണ്ടിയിൽ വരണം എന്നുണ്ടെങ്കിൽ 2000 സംതിങ് ഒക്കെയാണ് ഇവർ പെർ ഹെഡിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഐസ്ക്രീം കിട്ടും കേട്ടോ. ഐസ്ക്രീം വേണമെന്നുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ആക്ച്വലി ഇവിടുത്തെ ഈ തണുപ്പത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും പോകുന്നതിനേക്കാളും മുമ്പ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. എടാ നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കണേ. എങ്ങനെ തണുപ്പത്തെ ഐസ്ക്രീം കഴിച്ചാൽ എന്താവുമെന്ന് നമുക്കറിയണം. ലാസ്റ്റ് ദിവസം കഴിച്ചാൽ മതി. കാണുമ്പോൾ എല്ലാവരും ഭ്രാന്താണോടാ. ആക്ച്വലി ഇതൊരു ലിറ്റിൽ ഒരു ജംഗ്ഷൻ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, കുറച്ച് നിറയെ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ജംഗ്ഷൻ ടൈപ്പ്. ഇവിടുത്തെ വീടുകളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ അവിടുത്തെ വീടുകൾ പോലെ അല്ല, ഒട്ടും അല്ല. മീൻസ് ഫുൾ ഇതിലാണ് ചെയ്തേക്കുന്നത്, മരത്തിലാണ് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം മരത്തിലാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് മരം മാത്രം യൂസ് ചെയ്തേക്കുന്നത്. സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു കൊച്ചു കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പാവം.